ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് അല്ലാഹുവേ പട്ടിയെ തല്ലുന്നത് പോലെ ഖുറൈശികൾ ഇങ്ങനെ തല്ലുകയാണ്. ഒരു ഭാര്യയെയും ഭർത്താവിനെയും ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് അവരിങ്ങനെ തല്ലിച്ചതയ്ക്കുകയാണ്. അവര് ചെയ്ത തെറ്റെന്തെന്നറിയുവോ? അവര് മുസ്ലിമായതാ പൊന്നുപോര്. ആരെയെന്നറിയുവോ? മഹദി സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് യാസിർ, അല്ലാഹുവേ തന്റെ പൊന്നുമോൻ അമ്മാർ, പടച്ചവനെ വല്ലാത്ത കാഴ്ചയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം നോക്കുമ്പോ സുമയ്യ ബീവിയുടെ ഭർത്താവിന് പടച്ചവരെ ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് തലകീഴായി കെട്ടിത്തൂക്കി തീയിലേക്ക് ഇറക്കി നിർത്തിയിരിക്കുകയാ. തന്റെ ഭർത്താവിന്റെ പച്ചയിറച്ചി ഇങ്ങനെ കരിയുകയാണ്. ഭാര്യയ്ക്ക് സഹിച്ചില്ല. ഭർത്താവ് തീക്കകത്ത് കിടന്ന് കരയുന്നത് കണ്ടപ്പോ സുമയ്യ ബീബി ഓടി വന്നിട്ട് തന്റെ ഭർത്താവിനെ തീയിൽ നിന്ന് വെളിയിലേക്ക് തെള്ളിയിടുകയാണ്. ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് അല്ലാഹുവേ ഇങ്ങനെ ഇരിക്കുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് കടന്നു വരികയാ. ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് എല്ലുകൾ വെളിയിൽ കാണിച്ച് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സുമയ്യ ബീവിയുടെ ഭർത്താവ് അവിടെന്ന് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, എന്നാ നബിയേ തീരുന്നത്? അവസാനം വരെ ഇങ്ങനെയാണോ നബിയേ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, യാമാറേ നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാ, നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. പടച്ചവനെ ശത്രുക്കൾ ഇങ്ങനെ ചല്ലിച്ചതച്ചു കൊണ്ടിരിക്കുമ്പോ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ ഭർത്താവിനെ വിളിച്ചിട്ട് പറയുന്നു, കരയല്ലേ, തോറ്റു കൊടുക്കല്ലേ. അല്ലാഹു വഹദ്, അല്ലാഹു ഏകനാ, അല്ലാഹു നമ്മളെ കൈവിടൂല. ഇവന്മാരുടെ മുന്നിൽ തോറ്റു കൊടുക്കല്ലേ. ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ സുമയ്യ ബീബി എഴുന്നേറ്റിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ധൈര്യം കൊടുക്കുമ്പോ അബൂജഹലുണ്ടല്ലോ പഴുപ്പിച്ച ഒരു കമ്പിയെടുത്തിട്ട് സുമയ്യ ബീബിയുടെ നട്ടെല്ലിന്റെ ഭാഗത്തുകൂടെ കുത്തിയിറക്കുകയാ. തന്റെ വയറ് തുളച്ചിട്ട് കുടൽമാല വെളിയിലേക്ക് വീഴുകയാ. സുമയ്യ ബീബി മരുഭൂമിയിലേക്ക് മലർന്നു വീഴുമ്പോ അല്ലാഹുവേ വായിലൂടെ രക്തമിങ്ങനെ ഒലിക്കുകയാണ്. ആ സമയത്തും സുമയ്യ ബീബി ഭർത്താവിനോട് പറഞ്ഞു കൊടുത്ത് പഠിക്കല്ലേ, അവിടെ നിന്ന് പറയുക, തോറ്റുകൊടുക്കല്ലേ. അല്ലാഹുവാണ് വലിയവര്. ആ സമയത്ത് അബൂജഹൽ തന്റെ കാലെടുത്തിട്ട് സുമയ്യ ബീവിയുടെ തലയിലെ ചവിട്ടി താഴ്ത്തുകയോ. അപ്പോഴും പറഞ്ഞു കൊടുത്ത്, നമ്മള് മുസ്ലിമീങ്ങളാ, നമ്മൾ അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരാ, സ്വർഗം വെറുതെ കിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കേട്ടോ, നമ്മൾ കുടുംബസമേതം സ്വർഗത്തിലാ. മരണത്തിന്റെ വേളയിൽ തന്റെ ഭർത്താവിന് ധൈര്യം കൊടുക്കുമ്പോ അബൂജഹലിന് സഹിച്ചില്ല. കുത്തിയിരുന്ന കുന്തം വലിച്ചൂരിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പിടിച്ച് മലർത്തി കിടത്തിയിട്ട് സുമയ്യ ബീവിയുടെ ഗുഹ്യഭാഗത്തേക്ക് പഠിപ്പിച്ച കമ്പിയങ്ങ് കുത്തിയിറക്കുകയോ. ആ സമയത്തും എന്റെ പ്രിയമുള്ള പെങ്ങളെ സുമയ്യ ബീവി പറഞ്ഞത്, എന്റെ പ്രിയമുള്ള പെങ്ങളെ, ആ പെണ്ണിന്റെ രക്തവാ നിന്റെ ശരീരത്തിൽ ഓടുന്നത്, അവര് കിടക്കുന്ന സ്വർഗവാ നീയും ചോദിക്കുന്നത്. അല്ലാഹുവേ, ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ കണ്ണിന്റെ മുന്നിലിട്ട് തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ച് കൊല്ലുന്നത് കണ്ടപ്പോ പോലും അല്ലാഹുവേ ചിരിക്കുന്ന മുഖത്തോട് ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന് പറഞ്ഞിട്ട് ആ കുടുംബം യാത്രയായെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര് അള്ളാനെ പേടിച്ച് ജീവിച്ചോ, അള്ളാനെ പേടിച്ച് ജീവിച്ചോ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാ മോഹമില്ലേ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ശപിക്കപ്പെട്ടവൻ നമ്മുടെ ഈമാൻ തട്ടിക്കെടുക്കാൻ വരുമ്പോ പടച്ചുറപ്പേ അസ്രായിലിന്റെ നെറ്റിത്തടത്തിൽ എഴുതി വച്ചിരിക്കുന്നോ ആരെങ്കിലും പറഞ്ഞു തരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട് പറഞ്ഞിട്ട് പോയാ പോരാ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന്റെ മുഖത്തെഴുതി വച്ചിരിക്കുന്ന ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് മരിക്കാ മോഹമുണ്ടോ? അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. പടച്ചവര് വെള്ളിയാഴ്ച രാവിലെ ഒരു ഷഹീദിനെ പോലെ തന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നവര് മുഴുവനും കേൾക്ക്. ഉറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ നിർത്തുകയാണ്. പടച്ചവന്റെ പള്ളിക്ക് വേണ്ടിയോ അല്ലാഹുവേ 10 ബന്ധാ ഒരു പാവപ്പെട്ട ഉസ്താദ്, ഒരുപാട് കുട്ടികളുണ്ട്, പഠിപ്പിക്കാൻ ഒരേ ഒരു ഉസ്താദേ ഉള്ളൂ. ഒരു ഉസ്താദിനെ കൂടെ നിർത്തിയാ ശമ്പളം കൊടുക്കാറില്ല. എന്ത് സങ്കടവാ മുസ്ലിമേ, എന്ത് സങ്കടവാ മുസ്ലിമേ. അതിനു വേണ്ടി ഒരു വഅദ വെച്ചിരിക്കുകയാണ്. അല്ലാഹുവേ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി തന്റെ മക്കൾക്ക് അല്ലാഹുവേ ഖുർആൻ ഓതാൻ, നിസ്കരിക്കാൻ, മയ്യത്ത് കുളിപ്പിക്കാൻ, ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യാൻ പഠിപ്പിക്കുന്ന ഗുരുനാഥന് വേണ്ടിയാ സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരുന്നു. നിങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ടിട്ട് അല്ലാ ഇന്ന് അവസാന രാത്രിയാണോ എന്നറിയില്ല, പടച്ചുറപ്പേ ഈ ഇടുന്ന സദക്കയുടെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് കാണിച്ച് തരണേ അല്ലാ എന്ന നീയത്തോടെ ഒരു നല്ല സദക്ക ചെയ്തോ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സംഘാടകർ എന്താ ബക്കറ്റ് എടുത്തോ? പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ഓടിവാ. എന്തേ ബക്കറ്റ് എടുത്തോ, എല്ലാരും പോക്കറ്റിൽ കൈയിട്ടോ. അവസാന രാത്രി, അവസാന ദിവസം, വെള്ളിയാഴ്ച രാവ് ഒരു നല്ലതിട്ടിട്ട് കണ്ടുപൊക്കോ. ബിസ്മില്ലാ, ഓടിവാ ഓടിവാ. ബിസ്മില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പെട്ടെന്ന് എല്ലാവരും സംഘാടകർ സമാധാനത്തിൽ നിന്ന് മേടിച്ചോ. എല്ലാവരും തരും നിന്ന് മനസമാധാനത്തോടു കൂടി മേടിച്ചോ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് പോക്കറ്റിൽ കൈയിട്ട് വല്ലതും എടുത്തിട്ട് കൊടുത്ത മരിച്ചുപോയ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മണ്ണറ മണിയറയാകും. അല്ലാഹു അങ്ങനെ ആക്കി കൊടുക്കുമാറാകട്ടെ. ഇന്ന് ഇടാൻ മനസ്സില്ലാതെ നീ കയ്യും കെട്ടിയിരുന്ന നാളെ നിന്നെ പള്ളിക്കുഴി കൊണ്ടുവെക്കും. നിന്റെ മക്കളും ഇതുപോലെ ബക്കറ്റ് മുന്നിൽ വരുമ്പോൾ നിന്നെ ഓർക്കാറുമില്ല, നിനക്ക് വേണ്ടി കൊടുക്കാറുമില്ല. അല്ലാഹു അങ്ങനെ ഒരു ദുരന്തത്തെ തൊട്ട് നമ്മുടെ കാക്കുമാറാകട്ടെ. അതെല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു നല്ല സദക്ക. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത്, അത് കരയാതെ ഓതല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്പം കൂടെ സൗണ്ട് ഇടേന്. എല്ലാവരും ഇട്ട. പെണ്ണുങ്ങളുടെ ഭാഗത്ത് ബക്കറ്റൊന്നും ഇല്ല. ഒന്നിപ്പോൾ പെട്ടെന്ന് പോകും. ബക്കറ്റ് എടുത്ത് പൊഴിയിലും തുടങ്ങി. പെട്ടെന്ന് എല്ലാവരും അൽഹംദുലില്ലാ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് മരിക്കുന്ന സമയം നമ്മുടെ അവസാനം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഓസിന് കിട്ടുവോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ നീ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് പോയിട്ട് പിന്നെ എന്തിനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണേ? ഓൻ അറിയാഞ്ഞിട്ടാ? പറ മനുഷ്യന്മാരെ അറിയാഞ്ഞിട്ടാ? അല്ല, അത് പറയണമെങ്കിൽ ഇത്തിരി യോഗം വേണം. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെങ്കിൽ അതിനും ഒരു യോഗം വേണം. അതാരെങ്കിലും പറഞ്ഞു തരുന്നത് കേട്ടിട്ട് മരിച്ചാൽ പോരാ. അസ്രായിലിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാ, അത് വായിച്ചിട്ട് മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.
അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. എന്നോട് സംഘാടകർ പറഞ്ഞു, ഉസ്താദെ, നമ്മുടെ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദ് എത്ര ക്ലാസ് വരെ മദ്രസ എത്ര ക്ലാസ് വരെ ഉണ്ട്? 8ാം ക്ലാസ് വരെ. ഉസ്താദ് ആരാ? പാവപ്പെട്ട മനുഷ്യൻ. 8ാം ക്ലാസ് വരെ മദ്രസയുണ്ട്. ഉസ്താദ് എങ്ങനെ മലക്കിനെ പോലെ പറന്നു നടന്ന് പഠിപ്പിക്കും ഉസ്താദ്? ഒരു മദ്രസയിൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന മക്കൾ, ആ മക്കളെ 8 പേരാണെങ്കിൽ പോലും 8 സബ്ജക്റ്റാണ്. അതാ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ആരേക്ക് എങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു, ഉസ്താദിന് കൊടുക്കാനുള്ള ശമ്പളം പോലും ഞങ്ങളുടെ ഇല്ല ഉസ്താദ്. എങ്ങനെ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഉസ്താദിനും ശമ്പളം കൊടുക്കണം, ഒരു ഉസ്താദിനെ കൂടെ വെക്കണം. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് എത്ര കൊടുക്കാറുണ്ട്? ഡൊണേഷൻ. പുസ്തകം വാങ്ങാൻ എത്ര ചോദിച്ചാൽ കൊടുക്കും. നമ്മളൊക്കെ വാരിക്കൂരി കൊടുക്കും. ദുനിയാവിന്, ആഖിറത്തിനില്ല. ആഖിറത്തിനില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, സഹോദരങ്ങളോട്, ഇത്രയും പേരെ എനിക്ക് അല്ലാഹു തന്നു. എൻ്റെ മുന്നിൽ ഇത്രയും പേരെ പടച്ച റബ്ബ് തന്നിട്ട് അല്ല ചോദിക്കും, സിറാജേ, നിന്റെ ജിൻസ് തന്നെ ആയിരുന്നല്ലോടാ. ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ എത്രയോ പേര് തന്നേനെ. നീ എന്തേ ചോദിക്കാഞ്ഞത് എന്ന് അല്ല എന്നോട് ചോദിച്ചാൽ പറയാൻ എനിക്ക് മറുപടിയില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇൽമു പഠിക്കുന്ന നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്ന, ഉമ്മാന്റെ മയ്യത്ത് എങ്ങനെ കുളിപ്പിക്കണം, ഉപ്പാന്റെ മയ്യത്ത് എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെയാണ് അവരുടെ ഖബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഈ ഗുരുനാഥന് അല്ലാഹുവേ ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി ഒരു പിരിവ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ആരും മോസിന് തരണ്ട, ആരും മോസിനും ഒന്നും ചെയ്യണ്ട. അള്ളാഹു തന്റെ പ്രതിഫലം പറഞ്ഞു തരുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ല പ്രതിഫലം പറയുന്നു. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയവർക്ക് ഞാൻ പ്രതിഫലം പറഞ്ഞു തരാം. പള്ളിക്കുഴി വാപ്പ പോയല്ലോ. നിങ്ങൾ പലരുടെയും വാപ്പ പള്ളിക്കുഴിക്ക് പോയി, ഉമ്മായും പോയി. എന്തും കൊണ്ടാ പോയത്? ഉമ്മ ഇങ്ങോട്ട് വന്നപ്പോ ഒന്നുമില്ലാതെ വന്നു, തിരിച്ചു പോയപ്പോ കൊണ്ടുപോയി. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ, നിങ്ങളൊക്കെ വയലു പറയും മരിച്ചു പോകുമ്പോൾ ഒരു മനുഷ്യനും ഒന്നും കൊണ്ടുപോകില്ല എന്ന്. ഞാൻ ചോദിച്ചു, അതെ. അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, ഉമ്മയുടെ വയറ്റിൽ നിന്നൊരാൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോ ഒന്നും കൊണ്ടുവന്നില്ല, തിരിച്ചു പോകുമ്പോ 3 കഷ്ടം തുണി കൊണ്ടുപോകുന്നല്ലോ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കോടികളുടെ ആസ്തിയുള്ളവനാകട്ടെ. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണ് യൂസുഫ് അലി. യൂസുഫ് അലി മരിച്ചാലും 3 വെള്ളത്തുണി. ഈ നാട്ടിലെ കടത്തുണ്ടെങ്കിൽ കിടക്കുന്ന ഒരു മുസ്ലിം മരിച്ചാലും 3 വെള്ളത്തുണി. ആർക്കും ഒരു പരിഗണനയില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മ, ഇനി നീ എന്തിനാ ജീവിക്കണേ? ഇത്രയും കാലം നിന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു. നിനക്ക് വേണ്ടി നീ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? വയല് കഴിഞ്ഞു. ഞാൻ സ്നേഹത്തോടെ ചോദിക്കുകയാണ്. 10-60 വയസ്സായി 50-ഉം 40-ഉം വയസ്സായ ഉമ്മമാരി സദസ്സിലുണ്ട്. നീ 5-ഉം 6-ഉം മക്കളെ നൊന്തു പ്രസവിച്ചവളാ. നിനക്ക് ഒരുപാട് വേദന സഹിച്ച് വളർത്തിയവളാ. ഇത്രയും കാലം നീ നിന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു. നിനക്ക് വേണ്ടി നീ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? ഈ പറഞ്ഞ 5-ഉം 6-ഉം മക്കളുള്ള ഉമ്മ നിന്റെ മയ്യത്ത് നിന്റെ വീടിന്റെ പുറകിൽ കുളിപ്പിക്കാൻ എടുത്ത് കിടത്തുമ്പോ ഈ പറയുന്ന മക്കള് നിന്നെ കുളിപ്പിക്കുമെന്ന് ഈ സദസ്സിൽ വെച്ച് നെഞ്ചത്ത് കൈവച്ച് പറയാൻ നിനക്ക് കഴിയോ? ഓരോ ഹാപ്പയും ചിന്തിക്ക്, നിന്റെ മോൻ കുളിപ്പിക്കുവോ നിന്റെ മയ്യത്ത്? ഇല്ല. കുളിപ്പിക്കാൻ എടുത്ത് വെക്കുമ്പോ ചോദിക്കും, ആരെങ്കിലും ഉണ്ടോ എൻ്റെ ഉപ്പാനെ ഒന്ന് കുളിപ്പിക്കാൻ, എൻ്റെ ഉമ്മാനെ ഒന്ന് കുളിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന മക്കൾ അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിൻ്റെ ഇൽമു പഠിപ്പിക്കുന്ന ഈ പാവപ്പെട്ട ഗുരുനാഥന് അള്ളാഹുവെ പടച്ചവനെ ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി ഒരു സദക്ക നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ? അല്ല തരുന്ന പ്രതിഫലം മരിക്കുമ്പോൾ നിനക്കത് കാണാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു. ഞാൻ നിർത്തുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വീടേതെന്നറിയുമോ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വീടേതെന്നറിയുമോ? എൻ്റെ പ്രിയമുള്ള പെങ്ങളെ,
സംഘടന വളർത്താനല്ല, ആരുടെയെങ്കിലും മുമ്പിൽ നെഞ്ചു വിരിച്ച് നടക്കാനല്ല. അള്ളാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഗുരുനാഥര് നമ്മൾക്കും ഒരു ഉസ്താദ് ഉണ്ടല്ലോ. നമ്മുടെ ഉസ്താദ് പറഞ്ഞു തന്ന അറിവാണല്ലോ. അള്ളാഹുവേ, ഞങ്ങളുടെ ഉസ്താദന്മാരിൽ മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. നമ്മളെ എത്ര തല്ലിയവരാണെങ്കിലും എത്ര വഴക്ക് പറഞ്ഞവരാണെങ്കിലും അവരുടെ പൊരുത്തമില്ലെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ പെങ്ങന്മാരോട് എൻ്റെ ഉപ്പമാരോട് അള്ളാഹു തരുന്ന 3 പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സമ്പത്തിൽ നിന്ന് ഒരൽപ്പം നിങ്ങൾ അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുത്താ റസൂലുള്ള പറയുകയാ, പെങ്ങളെ, നിന്റെ ഭർത്താവൊന്ന് നന്നാകണമെന്ന് ആഗ്രഹിക്കാത്ത പെണ്ണുങ്ങളില്ലല്ലോ. എൻ്റെ ഭർത്താവൊന്ന് നിസ്കരിച്ചിരുന്നെങ്കിൽ, എൻ്റെ ഭർത്താവൊന്ന് ഖുർആൻ ഓതിയിരുന്നെങ്കിൽ, കള്ളു കുടിക്കാതെ വീട്ടിൽ കയറി വന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാത്ത പെണ്ണുങ്ങളില്ല. അല്ലാഹുവേ, ഉസ്താദേ, എനിക്ക് 3 മക്കളായി പോയി. എൻ്റെ മക്കൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ഭാര്യയൊന്ന് നന്നാകാ ദുആ ചെയ്യട് എന്ന് ചെറുപ്പക്കാര് പറയുമ്പോ ഭാര്യയുടെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാത്ത ഭർത്താക്കന്മാരുണ്ടല്ലോ. എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഉസ്താദേ, വിവാഹം കഴിച്ചിട്ടില്ല, എനിക്ക് അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ വേണമെന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ. പെൺകുട്ടികളെ, കള്ളു കുടിയനും പെണ്ണ് പിടിയനുമല്ലാത്ത നിന്നെ പൊന്നുപോലെ നോക്കുന്ന, നിന്നെ ചതിക്കാത്ത ഒരുത്തനെ നിനക്ക് വേണ്ടേ? അള്ളാന്റെ റസൂല് പറയുകയാ, അള്ളാഹുവിന്റെ പള്ളിയിൽ ഇൽമു പഠിപ്പിക്കുന്ന ഗുരുനാഥന്റെ ശമ്പളത്തിന് വേണ്ടി നിന്നാൽ കഴിയുന്ന ഒരു സദഖ കൊടുത്താ ആ പാവപ്പെട്ടവനും മക്കളുണ്ടല്ലോ, ഭാര്യയുണ്ടല്ലോ, കുടുംബമുണ്ടല്ലോ, വീടുണ്ടല്ലോ, എന്തെല്ലാം പ്രാരാബ്ദങ്ങളുടെ നടുവിലൂടെയാണ് പാവപ്പെട്ട ഗുരുനാഥന്മാര് കടന്നു പോകുന്നത്. അവർക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്താ അള്ളാന്റെ റസൂല് പറയുകയാ, അള്ളാഹു നിന്റെ ഭർത്താവിനെ നന്നാക്കും പെണ്ണേ. നിന്റെ ഭാര്യയെ അള്ളാഹു സാലിഹത്താക്കി തരും ചെറുപ്പക്കാരാ. നിന്റെ കുടുംബജീവിതം സന്തോഷത്തിലാവൂര്. രണ്ടാമത്തെ പ്രതിഫലമെന്തേ? നമ്മളെല്ലാവരും ഇന്ന് ആഗ്രഹിക്കുന്നത് സാലിഹായ സന്താനങ്ങളെ കിട്ടാരാ. മക്കള് കാരണം കണ്ണുനീര് കുടിക്കുന്നവരുണ്ടല്ലോ. റസൂലുള്ള പറഞ്ഞു, ചില മക്കളുണ്ട്, അവര് മരിച്ചാലും മാതാപിതാക്കളെ കരയിപ്പിക്കുന്നവരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മരിച്ചവരുണ്ടല്ലോ. അല്ലാഹുവേ, പടച്ചവനെ, നിങ്ങളിൽ എത്രയോ പേര്, ഈ ഇരിക്കുന്നവരിൽ എത്രയോ പേര് നിങ്ങളുടെ വാപ്പ കബറിലാ, നിങ്ങളുടെ ഉമ്മ കബറിലാ. മാതാപിതാക്കൾ മരിച്ച എത്രയോ പേര് ഈ സദസ്സിലിരിപ്പുണ്ട്. പക്ഷേ ചോദിക്കട്ടെ, മരിച്ച വാപ്പാനെ ഇന്ന് വരെ നീയൊന്ന് കണ്ടിട്ടുണ്ടോ? ഉമ്മ നൊന്ത് പ്രസവിച്ച ഉമ്മാനെ ഇന്ന് വരെ ഒന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഇന്ന് വെള്ളിയാഴ്ച രാവാ, ഇന്ന് വെള്ളിയാഴ്ച രാവാ, മരിച്ചവരുടെ ആത്മാക്കൾ ഒരുമിച്ച് കൂടുന്ന ദിവസവാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് വേദിന്റെ സദസ്സിൽ നിന്ന് പിരിഞ്ഞ് വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങുമ്പോ ചിരിക്കുന്ന മുഖത്തോട് മരിച്ച ഉമ്മാനെ കാണണ്ടേ, മരിച്ച ഉപ്പാരെ കാണണ്ടേ. വാപ്പ കബറിനകത്ത് കിടന്ന് പറയുന്നു, മോനെ, എന്തെങ്കിലും ഒന്ന് കൊടുക്കടാ, നിന്റെ പൈസ കൊടുക്കണ്ട, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിൽ നിന്ന് അല്പമെങ്കിലും നീയൊന്നെടുത്ത് കൊടുത്താ എന്റെ കബറിലെ നരകത്തിന്റെ തീയും നണയും മോനെ, സ്വർഗമൊന്ന് തുറക്കട്ടേടാ. ഒന്ന് ചെവി കൊണ്ട് കേൾക്കുവാപ്പാ. ഉമ്മയും ഉപ്പയും കബറിൽ കിടന്ന് പറയുന്നത് കേൾക്കുമോളെ. അത്
അതുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയുടെ സ്ഥിര വരുമാനത്തിന് വേണ്ടിയാ എന്റെ പ്രിയമുള്ളവരെ കൊടുക്കാൻ കഴിയുമോ? അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം, നിന്റെ മക്കള് കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതി അല്ലാഹു നിനക്ക് തരില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ പൊന്നുമോൾ ഓടൂല, നിന്റെ പൊന്നുമോള് കണ്ടവന്റെ കൂടെ പോകൂല, നിന്നെ നാണം കെടുത്തൂല, നിന്നെ കണ്ണുനീര് കുടിപ്പിക്കില്ല, വാപ്പാ നിന്നെ തല്ലൂല, നിന്നെ ചീത്ത വിളിക്കില്ല, നിന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കൂല, നിന്നെ വൃദ്ധസദനത്തിൽ കൊണ്ട് വലിച്ചെറിയൂല. നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ മക്കളെ ചാരത്തിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരും. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാരെടുക്കുമ്പോ എന്നെ ഒരുപാട് കുളിപ്പിച്ചതാണല്ലോ, എന്റെ ഉപ്പ എന്നെ ഒരുപാട് കുളിപ്പിച്ചതാണല്ലോ എന്ന് പറഞ്ഞിട്ട് വാപ്പാന്റെ തലയിടത്തെ കയ്യിൽ വെച്ച് ചൂടുവെള്ളത്തിന് പകരം കണ്ണിൽ നിന്ന് ഒഴുകി വീഴുന്ന കണ്ണുനീര് കൊണ്ട് ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന മകനെ നിനക്ക് വേണ്ടേ വാപ്പാ? പൊന്നുമോളുടെ കണ്ണിൽ നിന്ന് ഹൃദയം പൊട്ടികെട്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുനീര് നിന്റെ മുഖത്തേക്ക് വീഴണ്ടേ ഉമ്മാ? പള്ളിക്കകത്ത് മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ ഉസ്താദിനോട് ഞാൻ ഇമാമത്ത് നിൽക്കും ഉസ്താദേ, എന്റെ ഉമ്മയല്ലേ എന്റെ ഉപ്പയല്ലേ, അവർക്ക് ഇമാമത്ത് നിൽക്കാൻ ഞാനുണ്ടെന്ന് പറയുന്ന മക്കള് 6 അടി മണ്ണിനകത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് വാപ്പാന്റെ ഖബറിന്റെ ചാരത്ത് ഒറ്റയ്ക്ക് നിന്ന് കരയുന്ന മക്കള് വേണ്ടേ? എന്റെ ഉമ്മാനെ ഒറ്റയ്ക്ക് 6 അടി മണ്ണിനകത്തിടാൻ എനിക്ക് മനസ്സില്ലെന്ന് പറഞ്ഞു ആ ഖബറിന്റെ ചാരത്ത് നിന്ന് കരയുന്ന മക്കള് വേണ്ടേ? നാളെ പടച്ചവന്റെ സ്വർഗത്തിന്റെ മുന്നിൽ അല്ലാഹു സ്വർഗത്തിൽ പോകാൻ അനുവാദം കൊടുത്താൽ ഞാൻ പോകില്ല പടച്ചവര്. എന്റെ വാപ്പയില്ലാതെ എന്റെ ഉമ്മയില്ലാതെ ഞാൻ പോകില്ലെന്ന് പറഞ്ഞു വാശി പിടിച്ച് സ്വർഗത്തിന്റെ മുന്നിൽ നിൽക്കുന്ന മക്കള് വേണ്ടേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുത്താ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാഹുവേ, സാലിഹായ സന്താനത്തെ റബ്ബ് നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിർത്തുകയാ മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? ഇന്ന് നിന്റെ വീട് കാണാൻ ഒരു വിരുന്നുകാരൻ വരുന്നുണ്ട് പെങ്ങളെ. ഖുർആൻ പറഞ്ഞ വീട് കാടാ, നീയും നിന്റെ ഭർത്താവും നിന്റെ മക്കളും മാതാപിതാക്കളും കിടന്നുറങ്ങുന്നത് കാടാ. ഈ വെള്ളിയാഴ്ച രാവിലെ റഹ്മത്തിന്റെ മലക്കിറങ്ങി വരും പെണ്ണേ, ഇറങ്ങി വരും ഉപ്പാ. മരിക്കുന്ന സമയത്ത് നിനക്കിതിന്റെ പ്രതിഫലം കാടാ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة. അല്ലാഹുവിന്റെ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടി പടച്ചുറപ്പ് തന്ന സമ്പത്തിൽ നിന്ന് ഒരൽപ്പം നിനക്ക് 90% നീ എടുത്തോ. അതിൽ നിന്നൊരൽപ്പം അല്ലാഹുവിന്റെ പള്ളിയുടെ വരുമാനത്തിന് കൊടുത്താ റബ്ബ് തരുന്ന പ്രതിഫലം കേട്ടോ. സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പൊട്ടിക്കരയുമ്പോ അസ്റായിൽ ചോദിക്കുകയാ, അല്ലാ തഖാഫു വലാ തഹ്സനു. എന്തിനാ പേടിക്കുന്നത്? എന്തിനാ കരയുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? എന്തിനാ വിളിച്ചു കൂവുന്നത്? കരയല്ലേ മോനെ, കരയല്ലേ മോളെ, നീ അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുത്തവളാ. അതിന്റെ പ്രതിഫലം നിനക്ക് കാണണ്ടേ? വഅബ്ശിറൂ ബിൽ ജന്ന.
സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാ. സ്വർഗം കണ്ട് മരിക്കാറുള്ള ഭാഗ്യവാ. അതുകൊണ്ട് ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയാ, ഒരാളെയും ഞാൻ നിർത്തിയിട്ടില്ല. നിങ്ങൾ തന്നാലും എനിക്കൊന്നുമില്ല, തന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല. അല്ല പറഞ്ഞ പ്രതിഫലമാ പറഞ്ഞത്, വഅബ്ശിറൂ ബിൽ ജന്നാ. മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് കരയുന്ന സമയത്ത് എനിക്ക് സ്വർഗം കണ്ട് മരിക്കണം ഉസ്താദ്, എനിക്ക് വെള്ളിയാഴ്ച രാവിലെ ഒരു ഷഹീദിനെ പോലെ മരിക്കണം, എൻ്റെ മയ്യത്ത് കാണാൻ വരുന്നവന്റെ മുഖത്ത് നോക്കി ചിരിക്കണമെന്ന ആഗ്രഹത്തോടെ അല്ലാഹുവേ പടച്ചവന്റെ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടിയാണ്, ഈ പാവപ്പെട്ട ഗുരുനാഥന് വേണ്ടിയാ. പെങ്ങളെ കഴിയുമോ? ഹാഫിളീങ്ങൾ ഈ സദസ്സിലുണ്ട്, ആലിമീങ്ങളുണ്ട്, ഹജ്ജ് ചെയ്തിട്ട് വന്നവരുണ്ട്, ഉംറ ചെയ്തവരുണ്ട്, ഒരു വഖത്ത് പോലും നിസ്കാരം കളയാക്കാത്തവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, 40 പേരിൽ കൂടുതലുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെട്ടവരല്ലാതെ ഒരാളും ഈ സദസ്സിലിരിപ്പില്ല. ഇന്ന് വെള്ളിയാഴ്ച രാവാ. കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്ത പാപങ്ങൾ മുഴുവനും കഴുകിക്കളഞ്ഞിട്ട് ഒരു നല്ലത് കൊണ്ട് തുടങ്ങാം. ഒരു നല്ലത് കൊണ്ട് തുടങ്ങാം പെങ്ങളെ. പുതുവർഷം തുടങ്ങുകയാണ്. ഒരു നന്മ ചെയ്തുകൊണ്ട് തുടങ്ങാ. കഴിഞ്ഞ വർഷം ചെയ്ത പാപങ്ങൾ മുഴുവനും ഇന്ന് കഴുകിക്കളഞ്ഞിട്ട് പിരിയുകയാ. അതുകൊണ്ട് എൻ്റെ പെങ്ങളോട് ചോദിക്കുകയാ, നിങ്ങളുടെ ശരീരത്തിൽ സ്വർണമില്ലാത്ത ഒരാൾ പോലുമില്ല, സ്വർണമിടാത്ത ഒരൊറ്റ പെണ്ണ് പോലും ഈ സദസ്സിലില്ല. മരിച്ചുപോയ ഉമ്മാന്റെ മുഖം നിനക്കോർമ്മ വരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അർഹമർ റഹീമായ ദയാലുവായ കരുണയുള്ള മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഈ പാതിരാത്രിയിലെ സംഗമത്തെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ നിന്റെ മുന്നിലേക്ക് നീട്ടുന്ന കരങ്ങളെ നീ തട്ടിക്കളയല്ല അല്ലാഹ്. വെള്ളിയാഴ്ച രാവാ അല്ലാഹ്, സദക്ക കൊടുത്ത സദസാ അല്ലാഹ്. അല്ലാഹുവേ ഈ യാചനയെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഈ യാചനയെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത പാപികളാ അല്ലാഹ്, പുറത്തു തരണേ റഹ്മാനെ, പുറത്തു തരണേ റഹ്മാനെ. നന്നാവാനൊരവസരം കൂടെ തരണേ അല്ലാഹ്, നന്നാവാനൊരവസരം കൂടെ തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഇവിടെ നിന്നിറങ്ങി പോകുമ്പോ സർവ പാപങ്ങളും പുറത്തവരായി യാത്രയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിനകത്താണ്, അവരുടെ ഖബർ വിശാലമാക്കണേ തമ്പുരാനെ, സ്വർഗ പൂങ്കാവനമാക്കണേ റഹ്മാനെ. സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹ്, സ്വർഗത്തിന്റെ പരിമളം അടിച്ച് വീശുന്ന ഖബറാക്കണേ അല്ലാഹ്. അവര് ഖബറിനകത്ത് കിടന്ന് ഞങ്ങളെ ശപിക്കല്ല അല്ലാഹ്, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. രോഗം പിടിച്ചിട്ട് വീടിനകത്ത് കിടന്ന് മക്കളെ വേദനിക്കുന്നടാ എന്ന് പറഞ്ഞ് കരയുന്നത് കാണേണ്ട ഗതികേട് ഞങ്ങൾക്ക് തരല്ല റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളിൽ പലരും രോഗികളാണ്, ശിഫ നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. അറുത്ത് മുറിക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാഹ്. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം തരല്ലേ അല്ലാഹ്. ക്യാൻസർ തരല്ലേ റബ്ബേ, ട്യൂമർ നൽകല്ലേ റബ്ബേ, ഡയാലിസ് ചെയ്യേണ്ട അവസ്ഥ തരല്ലേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ ആരെയും നീ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റഹ്മാനെ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ്. പടച്ചവരെ ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ മരണം ആഗ്രഹിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ മക്കള് ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യല്ല അല്ലാഹ്. ആ അവസ്ഥ വരെ നീ എത്തിക്കല്ലേ പടച്ചവരെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കി തരണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളിൽ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന മക്കളാക്കണേ റഹ്മാനെ, മയ്യത്ത് നിസ്കരിക്കാൻ അറിയുന്ന മക്കളാക്കണേ അല്ലാഹ്.
അല്ലാഹുവേ പടച്ച റബ്ബേ നല്ല മരണം തരണേ അല്ലാ, നല്ല മരണം തരണേ അല്ലാ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ റഹ്മാനെ, വെള്ളിയാഴ്ച രാവിലെ മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. പടച്ചവരെ നിങ്ങളുടെ മയ്യത്ത് കാണാൻ വരുന്നവരുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ മയ്യത്ത് കാണാൻ വരുന്ന 40 പേര് ഞങ്ങളെ കുറിച്ച് നല്ലത് പറയണേ അല്ലാ. അല്ലാഹുവേ ഈ സദസ്സിലിരിക്കുന്ന ഉസ്താദന്മാരെ അനുഗ്രഹിക്കണേ റഹ്മാനെ, ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ പടച്ചവനെ, അവരുടെ ഭാര്യ സന്താനങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഇത്രയും നേരം ഈ 12 മണി വരെ ഈ സദസ്സിലിരുന്ന എൻ്റെ ഉപ്പമാരെ നീ മറക്കല്ലേ അല്ലാ. നല്ല മരണം കൊടുക്കണേ റഹ്മാനെ. ഈ ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ഈ ചെറുപ്പക്കാരെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ മക്കൾക്ക് നല്ല ജീവിതവും നല്ല ജോലിയും നല്ല ഇണയേയും കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ അല്ലാ. ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്നവരാ തമ്പുരാനെ, ഒരുപാട് വേദന സഹിച്ചവരാണ്. ഇനിയും നീ വേദനിപ്പിക്കല്ലേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ, കണ്ണീര് കുടിപ്പിക്കല്ല അല്ലാ. അല്ലാഹുവേ പടച്ചവനെ മാസങ്ങളായി രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെടുന്ന ഈ സംഘാടകരെ കൈയൊഴിയല്ലേ അല്ലാ. ആര് മറന്നാലും നീ മറക്കല്ലേ പടച്ചവരെ, ആര് സഹായിച്ചില്ലെങ്കിലും നീ സഹായിക്കണേ റഹ്മാനെ, ആര് കളിയാക്കിയാലും നീ കളിയാക്കല്ലേ തമ്പുരാനെ. ജോലിക്ക് പോലും പോകാതെ ഈ മക്കൾ ഓടി നടക്കുകയാ അല്ലാ. പരലോകത്ത് കിടന്ന് ഓടുന്നവരെ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ മൈക്ക് സെറ്റിന്റെ പ്രവർത്തകരെ അനുഗ്രഹിക്കണേ അല്ലാ, എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. ക്യാമറയുടെ പ്രവർത്തകരെ അനുഗ്രഹിക്കണേ തമ്പുരാനെ, അവന്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ദീർഘായുസ് കൊടുക്കണേ പടച്ചവരെ. തന്റെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ, തന്റെ ഭാര്യയെ സാലിഹത്താക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഈ വഅദ് ലൈവായി കേൾക്കുന്ന 100 കണക്കിന് പേര് അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പ്രവാസികളെ അനുഗ്രഹിക്കണേ അല്ലാ, ജോലിയിൽ സ്ഥിരത നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ എനിക്ക് ഭക്ഷണം തന്ന കുടുംബത്തിന് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ, ഹൗലുൽ കൗസറിലെ വെള്ളം കുടിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ വഅദ് നടത്താൻ സ്ഥലം കൊടുത്ത സഹോദരന് അല്ലാഹുവേ സ്വർഗത്തിലെ സ്ഥലം കണ്ട് മരിക്കാ ഭാഗ്യം കൊടുക്കണേ അല്ലാ. എല്ലാവിധ ഖൈറു ബർക്കത്തും നീ ചൊരിയണേ അല്ലാ. വഅദ് കേൾക്കാൻ വരുന്നവർക്ക് കുടിക്കാൻ കാപ്പി കൊടുത്ത സഹോദരന് ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാ. സ്വർഗത്തിലെ പാനീയം കുടിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഒരുപാട് മക്കൾ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് തമ്പുരാനെ, ആ മക്കൾക്ക് നീ നല്ല മരണം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഒരു സദക്ക ചോദിച്ചപ്പോ വാരിക്കോരി തന്നവർ, സ്വർണ്ണമൂരി തന്നവർ, ബക്കറ്റ് മുന്നിൽ വന്നപ്പോ പൈസ ഇട്ടവർ ഒരാളെയും നീ മറക്കല്ല അല്ലാ. മരിക്കുന്ന സമയത്ത് അതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ എവിടെ വഅദുണ്ടെങ്കിലും ഓടി വരുന്ന ചില ആൾക്കാരുണ്ട് തമ്പുരാനെ, ചില കൂട്ടുകാരുണ്ട് റഹ്മാനെ, ചില